മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്ക് എതിരായ SFIO അന്വേഷണം നേരിടുന്നത് സംബന്ധിച്ച CPM നേതൃത്വത്തിൽ വ്യത്യസ്ത സ്വരം. കേസിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. എന്നാൽ നിയമപരമായി നേരിടേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ളവരാണെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം പ്രതികരിച്ചു. SFIO ടി വീണയ്ക്കെതിരെ അടക്കം പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് CPMന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടയിൽ SFIO അന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നതിൽ CPM സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെ നേരിടുന്നത് സംബന്ധിച്ച് നേതൃത്വത്തിൽ ഏകസ്വരമില്ലെന്നാണ് പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. നിയമപരമായും രാഷ്ട്രീയമായും കേസിനെ നേരിടുമെന്നാണ് PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് രാവിലെ പറഞ്ഞത്. Doing such things against his family members, we are prepared to face it, and I'm sure this will be fought politically and legally. എന്നാൽ വൈകിട്ട് സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PB അംഗം മുഹമ്മദ് സലീം മറ്റൊരു നിലപാട് സ്വീകരിച്ചു. നിയമപരമായി നേരിടേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ളവരാണ് എന്ന് പറയുക വഴി പാർട്ടി അതിൽ ഇടപെടില്ലെന്ന സൂചനയാണ് ബംഗാൾ സംസ്ഥാന സെക്രട്ടറി കൂടിയായ മുഹമ്മദ് സലീം നൽകിയത്. I said there's nothing to do with the party. If those who are now being investigated against, they have to seek the legal recourse, and they are capable of doing that. At the moment, party Congress has nothing to do with it. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിനെ രാഷ്ട്രീയമായി മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നുവെന്ന പഴയ നിലപാട് ആവർത്തിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SFIO ഇങ്ങനെയൊരു നാടകം നടത്തിയതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. വിശദമായ വാദം കേൾക്കുന്നതിന് മുമ്പ് SFIO എന്തടിസ്ഥാനത്തിലാണ് ഇമാതിരി ഒരു നിലപാടുമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. കേസിനെ നേരിടുന്നതിൽ വ്യത്യസ്തമായ സ്വരങ്ങളുണ്ടെങ്കിലും മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര ഏജൻസികളുടെ നീക്കം എന്ന പ്രചാരണം കേരള ഘടകം ശക്തമാക്കിയാൽ ദേശീയ നേതൃത്വത്തിനും വഴങ്ങാതിരിക്കാൻ കഴിയില്ല. മീഡിയ 1 തിരുവനന്തപുരം.